അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടല്ലോ വൈപ്പിൻ ബീച്ച് എത്താറായി. വൈപ്പിൻ ബീച്ചിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ പോണ വഴിയിൽ നമ്മൾ ഒരു നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ കയറി കേട്ടോ. നല്ല സ്പോട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്പോട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതാണ്ടോ നമ്മുടെ പാടമുണ്ടല്ലോ, പാടത്ത് ഉള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ തോന്നും കട്ട വിരിച്ചാണെന്ന് തോന്നും. പക്ഷേ കട്ട വിരിക്കണമെന്നും കാര്യങ്ങളൊന്നും അല്ല. അത് അപ്പുറ സൈഡിലേക്ക് കാണുമ്പോഴാണ് ശരിക്കും അങ്ങനെ തോന്നുന്നത്. ഇതൊരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ വൈപ്പിൻ ബീച്ചിലേക്കാണ്. നമ്മൾ ഇന്ന് എല്ലാം റെഡിയായി വന്നപ്പോൾ ഉച്ച കഴിഞ്ഞു. നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ. ഈ വൈകുന്നേരം ഒരു നൈറ്റ് ആണല്ലോ ബീച്ചിൻ്റെ സമയം എന്ന് പറഞ്ഞത്. ആ സമയം ബീച്ച് എല്ലാം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ടൈം ഞങ്ങൾ യാത്ര തുടർന്ന് ഇപ്പോൾ ഞങ്ങൾ കാക്കനാട് എത്തിയിരിക്കുകയാണ്. ഇത് പണ്ട് തൊട്ട് നമ്മൾ കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് വിത്ത് ഹെലിപാഡ്. എന്റെ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇത് കാണുമ്പോഴാണ് ഞങ്ങള് ഉറപ്പിക്കുന്നത് എറണാകുളം എത്തിയത്. കാരണം അപ്പുറം റെയിൽവേ പാളമാണ്. ഈ രണ്ടെണ്ണം കാണുമ്പോഴാണ് എറണാകുളം എത്തിയത്. ഞങ്ങൾക്ക് ഭയങ്കര കൗതുകമാണ് ഈ ബിൽഡിങ്. പിന്നെ അപ്പുറം രണ്ടെണ്ണം റെയിൽവേ പാളം. നോക്കിക്കോ ട്രെയിൻ, റെയിൽവേ പാളം മിച്ചു. ട്രെയിൻ പോകുമ്പോ നോക്കിക്കോ. ഇതാ ഇതിൽ കൂടെ ട്രെയിൻ പോകുന്ന ഷോന നോക്കിക്കോ. നീ നോക്കിക്കോ. അയ്യോ ട്രെയിൻ ഉണ്ടല്ലോ സ്റ്റേഷനായിട്ട്. മോളി മെട്രോ. റോക്സ് പോയത്. Wow, train. You got it all inside of you. Feel it to be true. And when you dance, I'm in the groove. You make me move. You make me move. അപ്പോൾ നമ്മൾ വൈറ്റില ഫ്ലൈ ഓവറിലാണ് എത്താറുണ്ട്. നമ്മൾ ഫ്ലൈ ഓവർ കയറാറില്ല. ഫ്ലൈ ഓവർ കയറാതെ നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ മെഡിക്കൽ ട്രസ്റ്റ് റൂട്ട് വഴി ആണ് പോകുന്നത് വൈപ്പിലിൽ കേട്ടോ. നമ്മൾ സുഭാഷ് പാർക്ക് എത്തിയിരിക്കുകയാണ്. സുഭാഷ് പാർക്കാണ് ഇവിടെ നിന്ന് ലെഫ്റ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും ബോട്ട് ജെട്ടികളും കാര്യങ്ങളൊക്കെയും കാണാം. നമുക്ക് കപ്പലൊക്കെ നങ്കൂറുന്ന ഭാഗങ്ങളൊക്കെ ഏകദേശം ഇവിടെ ആയിട്ട് വരും. പിന്നെ ആർമിയുടെ 2 ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. എല്ലാം കൊണ്ടും തന്നെ ഒരു അടിപൊളി സെറ്റാണ് ഇവിടെ. നമ്മളിനി ഹൈക്കോർട്ട് വഴി നേരെ കടന്നങ്ങ് പോവാണ് വൈപ്പിലേക്ക്. നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഗോശ്രീപാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗോശ്രീപാലം കയറിയാണ് വൈപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഗോശ്രീപാലം കയറി വൈപ്പിലേക്ക് ചെല്ലും. വൈപ്പിലിൽ ചെന്ന് അവിടെ ഒരു നല്ലൊരു സ്പോട്ടുണ്ട്, അടിപൊളി സ്പോട്ട്. ആ സ്പോട്ടിൽ കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ബീച്ചിലേക്ക് വന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളുടെ വീഡിയോസിൻ്റെ ലെങ്ത്ത് കൊണ്ട് കാരണം നമ്മൾ മിക്കവാറും ഈ വീഡിയോസ് നമ്മുടെ ബീച്ചിലെത്തുന്നതിന് മുമ്പ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഈ പാലത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നല്ല അടിപൊളി, ഒന്നും പറയാനില്ല. അതേ രീതിയിലുള്ള നല്ല കാഴ്ചകളും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും
വല്ലപ്പോഴേക്ക് ഇതുപോലെ റൂട്ടുകളിലേക്ക് നമ്മൾ റോഡ് ട്രിപ്പ് നടത്തണം. എന്നാലാണ് നമുക്ക് ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ റോയൽ ഹയാത്തിൻ്റെ ഓൺലൈൻ കാണാൻ പറ്റും. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗോസർ പാലം കടന്ന് എല്ലാ കാഴ്ചകളും കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ബോട്ടും കപ്പലൊക്കെയും പോകുന്നതും നമുക്ക് കാണാം. ഇനിയിപ്പോൾ എന്തായാലും വൈപ്പിൽ ചെന്നിട്ടുള്ള പരിപാടികളുള്ളൂ. ബാക്കി ഇനിയിപ്പോൾ ഇവിടെ അടുത്തൊന്ന് നിർത്താനുള്ള നമ്മൾ വൈപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി, അതുകൊണ്ടാണ്. You got it all inside of you. Feel it ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ പുതുപ്പിൻ വൈപ്പിൻ ബീച്ചിലെത്താറായിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിയാണ് ഗായ്സ്. നമ്മളെ ഗ്രാൻഡ് ഹയാത്തൊക്കെ കഴിഞ്ഞ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മൾ വൈപ്പിലേക്കുള്ള റോഡിലേക്ക് തിരിയാൻ പോകണമെങ്കിൽ വെറും 5 കിലോമീറ്റർ ഉള്ളു. ഇവിടെ നിന്ന് നല്ല അടിപൊളി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ. ഇത് ഗേറ്റ് വേ ഡിസ്ട്രിക്ട് പാർക്സ് കേരള കണ്ടെയ്നർ ഫ്ലൈറ്റ് സ്റ്റേഷനാണ്. സൂപ്പർ വെള്ളം. നോക്ക് വെള്ളം. നീ ഇതെങ്ങോട്ടാ നോക്കുന്നേ? അപ്പുറം വെള്ളം. സൂപ്പർ വെള്ളം. ബോട്ടാണ്. അവര് മീൻ പിടിക്കും. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങ. നമ്മളിപ്പോൾ അങ്ങനെ വൈപ്പിലെത്തുകയാണ്. അപ്പോൾ വൈപ്പിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഫിഷ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ അൽസാജ് കിച്ചൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ഉണ്ട്. ആ പ്ലേസിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കയറിയിട്ട് വേണം നമുക്ക് ബീച്ചിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ നല്ല സമയം പിടിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ കറക്റ്റ് ബീച്ചിൽ കയറുന്ന സമയമായിരിക്കും. ഒരു 6:30 ബീച്ചിലേക്ക് ഒന്ന് കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ പറഞ്ഞ പ്ലേസിലെത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സൂപ്പർ പ്ലേസാണ്. നല്ല അടിപൊളി വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസാണ്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചതുപ്പ് പ്രദേശമാണ്. ചതുപ്പ് പ്രദേശം സത്യത്തിൽ കട്ട വിരിച്ചേക്കും പോലെ കട്ട കൂടി മണ്ണ് നിൽക്കുകയാണ്. അവിടെ ചവിട്ടിക്കുന്ന സത്യം പറഞ്ഞാൽ താന്നു ഈ സൈഡിലേക്ക്. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തേക്ക് അധികം പോകണില്ല. നമ്മൾ അപ്പുറ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പുറ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ കയറി ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ. അപ്പം നമ്മളങ്ങോട്ട് പോട്ടെ. കണ്ടോ, കണ്ടു കഴിഞ്ഞാൽ എന്ത് രസമാണെന്ന് നോക്കി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അടിയിൽ ചതപ്പായതുകൊണ്ട് തന്നെ താന്നു പോവാണ്. അത് ചവിട്ടുമ്പോൾ താന്നു പോകും. നമ്മൾ നോക്കിക്കൊണ്ട് ചവിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് പതിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു പ്ലേസാണ്. അതുകൊണ്ട് നമ്മൾ അപ്പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ഈ പ്ലേസ് ഉണ്ടോ, എത്ര മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് നോക്കി. ഇത്രയും നല്ല പ്ലേസ് നമ്മൾ എറണാകുളത്ത് ചെല്ലുമ്പോൾ കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒരു അടിപൊളിയല്ല. എന്തായാലും ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനൊക്കെ പറ്റിയ സൂപ്പർ പ്ലേസാണ്. എന്നാൽ കാര്യം പറഞ്ഞത് വെറും ചതുപ്പ് പ്രദേശമാണ്. ഞാൻ ചതുപ്പ് പ്രദേശത്തുള്ള അടിപൊളി ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനൊക്കെ പറ്റിയ സൂപ്പർ പ്ലേസാണ്. ഏതായാലും നമ്മളവിടെ കയറി നല്ല വീഡിയോസും ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ മടങ്ങിയത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വൈപ്പിൻ ബീച്ചിലേക്ക് അങ്ങ് മാറണം. റോഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കായൽ തീരത്ത് കിടക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇതാട്ടോ. ശരിക്കും ചതുപ്പ് പ്രദേശമാണ്, പക്ഷേ നല്ല സൂപ്പർ സ്പോട്ടാണ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി റീൽസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അംബിഷനുള്ള ഒരു പ്ലേസാണ്. ഒരു രക്ഷയില്ല, തുറന്നു പറയാൻ നോക്കും. നല്ല സൂപ്പർ പ്ലേസ്, സൂപ്പർ പ്ലേസ്. പക്ഷെ നോക്കി കണ്ട് കയറി നടന്നോണം. കുറേ ചപ്പ് പ്രദേശം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വെള്ളമുള്ള പ്രദേശത്തേക്ക് തന്നെ ചിലപ്പോൾ താന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളായിരിക്കും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുന്നതിനൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ ഗൈസ്, ഓക്കെ.